2021 ഒരു ഫ്രഞ്ച് റെവല്യൂഷൻ ഇന്ത്യയിൽ നടന്നു. യെസ്, പറഞ്ഞു വരുന്നത് ഒരു കാർ കമ്പനിയെ കുറിച്ചാണ്. ഞാൻ റെവല്യൂഷൻ എന്ന് പറയാൻ കാരണം നമ്മൾ അതുവരെ ലക്ഷറി സെഗ്മെന്റിൽ കണ്ടിരുന്ന ഒരു സസ്പെൻഷനും കംഫർട്ടും ഒക്കെ ഒരു ലോവർ സെഗ്മെന്റിൽ വണ്ടിയിൽ കണ്ട ഒരു കാഴ്ച, അതാണ് റെവല്യൂഷൻ. നിങ്ങളിപ്പോൾ ഊഹിച്ചു കാണുമായിരിക്കും, ആ കാർ കമ്പനി എന്ന് പറയുന്നത് സിട്രോൺ ആണ്. പറഞ്ഞ വണ്ടി സിട്രോൺ C5 ആണ്. പക്ഷേ C5 എല്ലാവർക്കും അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ഒരു മോഡലല്ല. കാരണം 35 lakhs above ആണ് അതിൻ്റെ പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നതും പ്രൈസ് റേഞ്ചും വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ സിട്രോൺ ഒരു C3 എന്ന ഒരു എൻട്രി ലെവൽ മോഡൽ ഇന്ത്യ ലോഞ്ച് ചെയ്തു. നമ്മളിന്ന് കാണുന്നത് C3X എന്ന് പറയുന്ന ഒരു അപ്ഡേറ്റഡ് വേരിയൻ്റ് ആണ്. കാരണം C3 കുറച്ച് പ്രശ്നങ്ങളുണ്ടായിരുന്നു, ഫീച്ചേഴ്സ് കുറവായിരുന്നു, അങ്ങനെയൊക്കെയുള്ള കുറച്ച് കാര്യങ്ങൾ. അപ്പോൾ അതിന് പരിഹാരം എന്നോണം സിട്രോൺ ഇന്ത്യക്കായി ലോഞ്ച് ചെയ്ത മോഡലാണ് C3X. നമുക്കിതിൻ്റെ വേരിയൻസിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. വേരിയൻസ് എന്ന് പറഞ്ഞാൽ മെയിൻലി 4 വേരിയൻസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത്. അതായത് C3 ലിവ്, ഫീൽ ഓപ്ഷൻ, പിന്നെ ഒരു C3X ഷൈൻ. അതായത് ഷൈൻ വേരിയന്റിൽ C3X ആണ് വരുന്നത്. C3Xന്റെ ഡ്യുവൽ ടോൺ ഉണ്ട്, പിന്നെ ടർബോ പെട്രോൾ ഓപ്ഷൻസ് ഉണ്ട്. സോ ഇതൊക്കെയാണ് വേരിയൻസ് വരുന്നത്. ആ C3 ലീവ് എന്ന് പറയുന്ന മോഡൽ സ്റ്റാർട്ട് ചെയ്യുന്നത് 4.95 lakh എക്സ് ഷോറൂം പ്രൈസിലാണ്. അപ്പോൾ അതെന്ന് പറഞ്ഞാൽ വളരെ കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള പ്രൈസാണ്. ഈ ഒരു സെഗ്മെന്റിൽ തന്നെ എനിക്ക് തോന്നുന്നു ഏറ്റവും അഫോർഡബിൾ ആയിട്ടുള്ള ഒരു പ്രൈസ് റേഞ്ച് ആണ്. നമുക്ക് അതിൻ്റെ വർത്ത് ആണോ, എങ്ങനെയാണ് അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ എങ്ങനെയാണെന്നുള്ളത് നമുക്ക് ഈ വീഡിയോയിൽ നോക്കാം. ഇതിൻ്റെ ഒരു കമ്പാരിസൺ പറയുകയാണെങ്കിൽ നമ്മുടെ പഞ്ച്, അതുപോലെ എക്സ്റ്റർ ആൻഡ് പിന്നെ നിസാൻ മാഗ്നൈറ്റ്, റിനോൾട്ട് കൈഗർ, ഇതൊക്കെ ആയിട്ട് ഒരു കമ്പയർ ചെയ്യുന്നത്. നമുക്കിനി എക്സ്റ്റീരിയർ ഡിസൈനിൽ നിന്ന് തുടങ്ങാം. എക്സ്റ്റീരിയറിൽ ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ബ്യൂട്ടിഫുൾ ആൻഡ് എലഗന്റ് ഡിസൈൻ. ഒട്ടും ഒരു പോളറൈസിങ് അല്ലാത്ത ഒരു മാസ് മാർക്കറ്റ് അപ്പീൽ തരുന്ന ഒരു ഡിസൈൻ തന്നെയാണ് ഈ സിട്രോൺ C3Xന് സിട്രോൺ കൊടുത്തിരിക്കുന്നത്. അതിൽ ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്ന ആ ഒരു സിട്രോണിന്റെ ലോഗോ ഇന്റഗ്രേറ്റ് ചെയ്തിരിക്കുന്ന ആ ഒരു ഡിസൈനാണ്. ഡ്യുവൽ ക്രോം സ്ട്രിപ്പ് കൊടുത്തിരിക്കുന്ന ഒരു ഡിസൈൻ. അതിന്റെ ഒരു എക്സ്റ്റൻഷൻ എന്നോണമാണ് ഒരു LED DRLs, ടോപ്പ് എൻഡ്സിൽ DRLs LED വരുന്നുണ്ട്. അതുപോലെ LED ഹെഡ് ലാംപ്സും വരുന്നുണ്ട്. താഴോട്ട് വരുമ്പോൾ ഫോഗ് ലാംപ്സും LED ആണ് ഇത് ടോപ്പ് എൻഡിൽ വരുന്നത്. പിന്നെ ഒരു സ്കിഡ് പ്ലേറ്റ് ലൈക്ക് ഡിസൈനും പിന്നെ ഒരു എയർ ഡാം ഏരിയ ഒക്കെ ഇവിടെ ലോവർ ഏരിയയിൽ കൊടുക്കുന്നുണ്ട്. സോ അങ്ങനെ മൊത്തത്തിൽ ചേരുമ്പോൾ ഒരു അഴകുള്ള ഒരു ഡിസൈൻ. സൈഡ് പ്രൊഫൈലിൽ എനിക്ക് ഇഷ്ടപ്പെടാത്ത 2 കാര്യങ്ങൾ വെച്ച് സ്റ്റാർട്ട് ചെയ്യാം. ഒന്നെന്ന് പറയുന്നത് ഈ ഒരു കീ നോബാണ്. ഇത് ഇവിടെ നമ്മൾ കുറച്ച് ഓൾഡ് ഫാഷൻ, പഴയ വണ്ടികളിലൊക്കെ കണ്ടിരുന്ന പോലത്തെ ഒരു സെറ്റപ്പാണ്. അതുപോലെ തന്നെയാണ് ഈ ഒരു ഡോ ഹാൻഡിൽസും. ഇത് സിട്രോണിന്റെ കൂടുതൽ വിലയുള്ള വണ്ടികളിലും ഇത് തന്നെയാണ്, സെയിം ഒരു ഡോ ഹാൻഡിൽസ് ആണ് കൊടുത്തിരിക്കുന്നത്. അതും കുറച്ച് ഓൾഡ് ഫാഷൻഡ് ആണ്. ബാക്കി ഓക്കെ, ഒരു പ്രൊപ്പോർഷൻസ് വൈസ് ആണെങ്കിലും ഒരു ഡിസൈൻ വൈസ് ആണെങ്കിലും വളരെ നീറ്റ് ആയിട്ടുള്ള ഡിസൈൻ ആണ്. ഈ റൂഫ് റെയിൽ ആണെങ്കിലും അതിന്റെ ഒരു പെക്യുലിയർ ഡിസൈനുള്ള റൂഫ് റെയിൽ, അതും കാണാൻ നല്ല ഭംഗിയാണ്. ആൻഡ് 15-inch അലോയ് വീൽസ് ആണ്. 195/65ന്റെ 15-inch അലോയ് വീൽസ് ആണ് വന്നിരിക്കുന്നത്. അത് ടോപ്പ് എൻഡിൽ അലോയ് വീൽസ് ആയിരിക്കും, ലോവർ വേരിയൻസിൽ അത് സ്റ്റീൽ വീൽസ് ആണ്. എനിക്ക് തോന്നുന്നത് ഇതിൽ ഒരു 16 കൊടുക്കാനെങ്കിൽ കുഴപ്പമില്ലായിരുന്നത് എനിക്ക് തോന്നുന്നുണ്ട്. പിന്നെ നമുക്ക് ഇവിടെ ആ ഒരു LED എക്സ്റ്റൻഷൻ ഇവിടെ സൈഡിലോട്ട് വരെ വരുന്നുണ്ട്. അതിൽ സിട്രോൺ ലോഗോ ബാഡ്ജ് ഇന്റഗ്രേറ്റഡ് ആണ്. അതും കാണാനൊക്കെ വളരെ ഭംഗിയായിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു സിട്രോണിന്റെ ബാഡ്ജ് ഇവിടെ സൈഡിലും കൊടുത്തിട്ടുണ്ട്. സോ ഇതൊക്കെയാണ് സൈഡ് പ്രൊഫൈലിൽ വരുന്നത്. പിന്നെ നമുക്ക് കാണാൻ ഇഷ്ടപ്പെടുന്ന ഒരു സംഭവം എന്ന് പറഞ്ഞാൽ ഈ ഒരു സ്കൂപ്പ് ലൈക്ക് ഡിസൈൻ ആണ്. അത് ഇവിടെ ഫ്രണ്ടിലും വന്നിട്ടുണ്ട്. അത് നമുക്ക് ബാക്കിൽ വരുമ്പോൾ ഇവിടെയും അതിന്റെ ഒരു കണ്ടിന്യൂഷൻ പോലെ ഇവിടുന്ന് ബാക്കിൽ നിന്നും ഒരു എക്സ്റ്റൻഷൻ ഉണ്ട്. സോ അത് ആ ഒരു വണ്ടിക്ക് ഒരു ക്യാരക്ടർ കൊടുക്കുന്ന ഒരു സ്കൂപ്പ് ഡിസൈൻ ആണ് അത് വന്നിരിക്കുന്നത്. സോ ഇതൊക്കെയാണ് സൈഡ് പ്രൊഫൈല്. ഇതിന്റെ ഡയമെൻഷൻസ് പറയുന്നത് 3981 mm ആണ് അതിന്റെ ഒരു ലെങ്ത് വരുന്നത്. നമ്മൾ കമ്പയർ ചെയ്യുകയാണെങ്കിൽ പഞ്ച് എക്സ്ട്രാ ഒക്കെ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇതാണ് ഏറ്റവും ലെങ്ത് ഉള്ള വണ്ടി. അതുപോലെ വീൽ ബേസും 2540 mm ആണെന്ന് തോന്നുന്നു എൻ്റെ വീൽ ബേസ്. നമ്മളൊരു കോളത്തിൽ അതിന്റെ ഡീറ്റെയിൽസ് കൊടുക്കാം. ഇനി റിയർ പ്രൊഫൈലോട്ട് വരുമ്പോഴും നമ്മൾ ഫ്രണ്ടിലും സൈഡിലും ഒക്കെ കണ്ട പോലെ തന്നെ ആ ഒരു സട്ടിലായിട്ടുള്ള ഡിസൈൻ തീം ക്യാരി ഓവർ ചെയ്യുന്നുണ്ട്. ഞാൻ പറയുന്നല്ലോ, വളരെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന തരത്തിലുള്ള ഒരു നീറ്റ് ആൻഡ് എലഗന്റ് ഡിസൈൻ ആണ് റിയർ സൈഡിലും വരുന്നത്. ആ ഒരു C ഷേപ്പിലായിട്ടുള്ള ഒരു ഹെഡ് ലൈറ്റ്സ് വരുന്നുണ്ട്. അതിൽ ഹാലജൻ ലൈറ്റ്സ് ആണ്. ഇൻഡിക്കേറ്റേഴ്സ് ഇവിടെ ഇന്റഗ്രേറ്റഡ് ആണ്, അത് ഹാലജൻ ആണ്. പിന്നെ നമുക്ക് ടോപ്പ് എൻഡ് വരുമ്പോൾ ഡിഫോഗേഴ്സ്, വാഷേഴ്സ്, അതുപോലെ വാഷറും വൈപ്പേഴ്സ് ഒക്കെ കൊടുക്കുന്നുണ്ട്. വലിയ സിട്രോണിന്റെ ബാഡ്ജിങ്ങും ലെറ്ററിങ്ങും. ഇത് C3X ആണ്, അതിന്റെ വലിയൊരു ബാഡ്ജിങ്ങും ഒക്കെ വരുന്നുണ്ട്. ഇനി നമുക്ക് ബൂട്ട് സ്പേസ് ഒന്ന് നോക്കാം. ഇവിടെ ഇലക്ട്രിക്കൽ ബൂട്ട് സ്പേസിന്റെ സ്വിച്ച് കൊടുത്തിട്ടുണ്ട്. 315 liters ആണ് ബൂട്ട് സ്പേസ് വരുന്നത്. കുറച്ച് ലോഡ് ലിപ്പ് ഉണ്ട്, കാരണം നമുക്ക് ഹെവി ആയിട്ടുള്ള ബാഗ്സ് ഒക്കെ ആണെങ്കിൽ
എടുക്കാനായിട്ടും വെക്കാനൊക്കെ ആയിട്ട് കുറച്ച് പാടായിരിക്കും. പക്ഷേ നല്ല അത്യാവശ്യം നമുക്ക് യൂസബിൾ ആയിട്ടുള്ള ഒരു സ്പേസ്, നമുക്ക് ബാഗ്സും കാര്യങ്ങളൊക്കെ വെക്കാനായിട്ടുള്ള സ്പേസ് ഉണ്ട്. നമുക്ക് ഇനി സ്പേസ് സേവർ ആയിട്ടൊരു ഇത് വരുന്നുണ്ട്, നമുക്കൊരു സ്പെയർ വീലൊക്കെ കൊടുത്തിട്ടുണ്ട്. സോ അങ്ങനെയുള്ള കാര്യങ്ങളും വളരെ ബ്യൂട്ടിഫുൾ ആണ്. പിന്നെ ഒരു കാര്യം പറയുന്നത്, നമുക്ക് 60-40 ഒന്ന് സ്പ്ലിറ്റ് അല്ല സീറ്റ്, നമുക്ക് ഒറ്റ ഒരു ഫ്ലാറ്റ് ബെഡ് ആയിട്ടുള്ള നമുക്ക് എക്സ്റ്റൻഷൻ ചെയ്യാൻ പറ്റത്തുള്ളൂ. അതും ഒരു 60-40 ടോപ്പ് എൻഡിൽ പോലും 60-40 വരുന്നില്ല. സോ അതൊക്കെയാണ് റിയർ സൈഡും ബൂട്ട് സ്പേസിന്റെ ഒക്കെ ഡീറ്റെയിൽസ്. പിന്നെ നമുക്ക് ഇവിടെ ഒരു അപ് ടു 3 kg ഒക്കെ നമുക്ക് എന്തെങ്കിലും ഹുക്ക് ചെയ്തിടാനുള്ള ഹുക്സ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് പിന്നെ ബൂട്ട് ലൈറ്റോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും കൊടുത്തിട്ടില്ല. നമുക്കൊന്ന് ഇന്റീരിയർ ഒന്ന് വിശദമായിട്ട് നോക്കാം. ഫസ്റ്റ് ഇന്ത്യയിലോട്ട് കയറുന്നതിന് മുമ്പ് ഇതാണ് കീ വരുന്നത്. കീയും നല്ല ഒരു ക്വാളിറ്റി ഉള്ള ഒരു വെയിറ്റ് ഒക്കെ ഉള്ള ഒരു കീ ആണ്. പക്ഷെ അതിൽ 2 ഫംഗ്ഷനേ ഉള്ളൂ, ലോക്ക് ആൻഡ് അൺലോക്ക് മാത്രം. ഇനി നമുക്ക് കീ ഇതിന് എന്തെങ്കിലും ബാറ്ററിയുടെ കംപ്ലയിൻസ് വരുവാണെങ്കിൽ നമുക്കിത് മെക്കാനിക്കലായിട്ട് ഊരിയെടുക്കാം. കീ ഊരിയെടുക്കാനുള്ള ഫീച്ചർ ഉണ്ട്. സോ എന്നിട്ട് നമുക്ക് അൺലോക്ക് ചെയ്യാം. അങ്ങനെയുള്ളൊരു ഫീച്ചർ ഇതിൻ്റെ അകത്ത് വന്നിട്ടുണ്ട്. പിന്നെ ഡോറിന്റെ ഡിസൈൻ വരുന്നത് ഇങ്ങനെയാണ്. ഇവിടെ ഒരു 1 ലിറ്ററിന്റെ ബോട്ടിലൊക്കെ വെക്കാനുള്ള ഡിസൈൻ ഉണ്ട്. ഇവിടെയൊക്കെ കുറച്ച് ഹാർഡ് പ്ലാസ്റ്റിക്സ് ഒക്കെ തന്നെയാണ്. പവർ വിൻഡോസിന്റെ ബട്ടൺസ് വരുന്നുണ്ട്. ആൻഡ് നമ്മൾ ഇവിടെ നമുക്ക് കാണാവുന്നത് ഈ മിറർ കൺട്രോൾസ് വന്നിരിക്കുന്നത് ഇവിടെയാണ്. ഈ ഇലക്ട്രിക്കൽ അഡ്ജസ്റ്റ്മെന്റ്സ് ഇവിടെ വന്നിട്ടുണ്ട്. 360 ഡിഗ്രി ക്യാമറ, ഓട്ടോ ഹോൾഡ്, അതുപോലെ മറ്റേ വിൻഡോസിന്റെ ലോക്ക് ബട്ടൺ. പിന്നെ ഇവിടെ വന്നേക്കുന്നത് ഈ ഹെഡ് ലാംപ്സിന്റെ ഇതാണ്, ഹൈറ്റ് അഡ്ജസ്റ്റ്മെന്റ് ആണ്, അത് ഇവിടെ കൊടുത്തിട്ടുണ്ട്. മെറ്റീരിയൽസ് ഒക്കെ ആണെങ്കിലും ഇവിടെയൊക്കെ നമുക്ക് ഒരു സോഫ്റ്റ് ടച്ച് മെറ്റീരിയൽസ് ആണ്. ഇവിടെയൊക്കെ പ്ലാസ്റ്റിക്സ് ആണ്, ഹാർഡ് പ്ലാസ്റ്റിക്സ് ആണ് കുറച്ച്. പക്ഷേ എന്നാലും ആ ഒരു ക്വാളിറ്റി നമുക്ക് നല്ല രീതിയിൽ ഫീൽ ചെയ്യുന്നുണ്ട്. സ്റ്റിയറിംഗ് ഇങ്ങോട്ട് വരുമ്പോൾ ഒരു പ്യുവർ റൗണ്ട് അല്ല, ഒരു ഫ്ലാറ്റ് ബോട്ടം ആണ്. പക്ഷേ ഒരു ചെറിയ ലൈറ്റ് സ്റ്റിയറിംഗ് ആണ്. അപ്പോൾ അത് പിടിക്കാനും കാണാനൊക്കെ വളരെ ഭംഗിയുണ്ട്. അതിൻ്റെ അകത്ത് ബട്ടൺസ് ആണെങ്കിലും അത്യാവശ്യം നല്ല വലുപ്പമുള്ള ഒരു ബട്ടൺസ് കൊടുത്തിരിക്കുന്നത്. ആൻഡ് അതിനും ഒക്കെ കാഴ്ചയിൽ തന്നെ ഒരു ക്വാളിറ്റി ഉള്ള ഒരു എന്താ പറയുക ബട്ടൺസ് ആണ്, സ്റ്റിയറിംഗ് കൺട്രോൾസ് ആണ് വന്നിരിക്കുന്നത്. പിന്നെ ഏറ്റവും എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഒരു AC വെൻസ് ആണ്. സിട്രോന്റെ C നമുക്ക് ഓർമ്മിപ്പിക്കുന്ന ഒരു C ഷേപ്ഡ് ആയിട്ടുള്ള AC വെൻസ് നമുക്ക് ഇവിടെ ഒരു വെർട്ടിക്കലാണ്, റൈറ്റ് സൈഡ് 2 സൈഡ്സിലും വെർട്ടിക്കലാണ്. ഇവിടെ സെൻട്രലിൽ അത് ഒരു ഹൊറിസോണ്ടലായിട്ട് കൊടുത്തേക്കുന്നത്. അത് വളരെ നീറ്റായിട്ട് ഇന്റഗ്രേറ്റ് ചെയ്തത്. പിന്നെ എടുത്തു പറയേണ്ട കാര്യം ഫിസിക്കൽ ബട്ടൺസ് ആണ്. നമുക്ക് HVAC കൺട്രോൾസ് എല്ലാം ഫിസിക്കലാണ്. ആൻഡ് അതിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യം എനിക്ക് കണ്ടത്, ഇവിടെ നമുക്ക് AC കൺട്രോൾസ് വരുന്നത് 14 വരെ ലോ വരുന്നുണ്ട്. 14 അത് കഴിഞ്ഞിട്ട് ലോ ഉണ്ട്. അപ്പൊ നല്ലൊരു കൂളിംഗ് നമുക്കിപ്പോൾ നമുക്ക് നല്ലൊരു ചൂടിലാണ് നമ്മൾ ഇരിക്കുന്നത്. ഇതിന്റെ അകത്ത് പക്ഷെ നല്ല ഒരു കൂൾ കിട്ടുന്നുണ്ട്. അപ്പൊ ആ ഒരു AC എന്ന് പറഞ്ഞാൽ വളരെ മികച്ചൊരു AC ആണ്. പിന്നെ ഡ്രൈവർ ഡിസ്പ്ലേ എന്ന് പറയുന്നത് ഒരു 7 ഇഞ്ചിന്റെ സ്ക്രീനാണ്. അത് കുറച്ചും കൂടി ബെറ്റർ ആക്കാമായിരുന്നു എനിക്ക് തോന്നുന്നു. എൻ്റെ ഡിസ്പ്ലേ വൈസ് ഓക്കെയാണ്, കാരണം നല്ല ക്രിസ്പ് ആൻഡ് ക്ലിയർ ആണ്. എന്നാലും അതിന്റെ ഒരു ഷോർട്ടർ ആണ്. പിന്നെ അതുപോലെ ഡീറ്റെയിൽസ് ഒക്കെ കുറവാണ്. അധികം കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ അതിൻ്റെ അകത്ത് വരുന്നുള്ളൂ. അത് എനിക്കൊരു പോരായ്മയായിട്ട് തോന്നി ഇവിടെ ഇരിക്കുമ്പോൾ. അതിന് പോരായ്മ പരിഹരിക്കാനെന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു നല്ല ഒരു 10.24 ഇഞ്ചിന്റെ നല്ലൊരു മികച്ച ടച്ച് സ്ക്രീൻ ഉണ്ട്. അതിന്റെ റെസ്പോൺസ് ഒക്കെ ആണെങ്കിലും വളരെ ക്രിസ്പ് ആൻഡ് ക്ലിയർ ആണ്. നല്ല ഷാർപ്പായിട്ടുള്ള ഒരു ഡിസ്പ്ലേ ആണ് അതിന് വന്നിരിക്കുന്നത്. സോ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഓക്കെയാണ്. പിന്നെ പ്രാക്ടിക്കാലിറ്റീസ് കേസിലാണെങ്കിലും നമുക്ക് ഇവിടെ 2 ഓപ്ഷൻസ് ഉണ്ട്. അതായത് ഫോണൊക്കെ വെക്കാനുള്ള ഒരു പാർസൽ ട്രേ പോലത്തെ 2 എണ്ണം കൊടുത്തിട്ടുണ്ട്. 12 വോട്ടിന്റെ സോക്കറ്റ് ഉണ്ട്. ഒരു ടൈപ്പ് A ആണ്, അത് എടുത്ത് പറയണം, ടൈപ്പ് A ആണ്. ടൈപ്പ് C കൊടുത്തിട്ടില്ല, A കൊടുക്കായിരുന്നു. പിന്നെ കപ്പ് ഹോൾഡേഴ്സ് ഇവിടെ ഫ്രണ്ടിൽ വന്നിട്ടുണ്ട്. നമുക്ക് വയർലെസ് ചാർജിങ് ഒന്നും വരുന്നില്ല. പിന്നെ മിസ്സിംഗ് ആയിട്ടുള്ള ചില ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് സെൻട്രൽ ആംറസ്റ്റ് വന്നിട്ടില്ല. അത് ഫ്രണ്ടിലാണെങ്കിലും റിയർ സൈഡിലാണെങ്കിലും ആംറസ്റ്റ് വന്നിട്ടില്ല. ഇവിടെയൊക്കെ ചെറിയ പോക്കറ്റ് സ്പേസസ് പോലെ ചെറിയ ചെറിയ സ്റ്റോറേജ് ഏരിയസ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ആ സൈഡിൽ ആ ഒരു രീതിയിൽ പ്രാക്ടിക്കാലിറ്റി ഓക്കെയാണ്. അത്രയൊക്കെയാണ് നമുക്ക് ഇന്റീരിയറിൽ ഫ്രണ്ട് സൈഡിൽ നിന്ന് പറയാൻ പറ്റുന്ന കാര്യങ്ങൾ. പിന്നെ അതിന്റെ ഒപ്പം പറയേണ്ടത് സീറ്റിംഗ് ആണ്. സീറ്റിംഗ് എന്ന് പറയുന്നത് നമ്മൾ നല്ലൊരു ഹൈറ്റിലാണ് ഇരിക്കുന്നത്. നമുക്ക് ഹൈറ്റ് അഡ്ജസ്റ്റ് ഒക്കെ ചെയ്തുള്ള സീറ്റിംഗ് ആണ്. അപ്പം സീറ്റ് വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള, നമുക്ക് സൈഡ് ബോൾസ്റ്റേഴ്സ് ഒക്കെ നല്ല രീതിയിൽ നമുക്കൊരു അത്യാവശ്യം വലുപ്പമുള്ള ആൾക്കാർക്കും ബിൽട്ട് ആയിട്ടുള്ള ആൾക്കാർക്കും ഇരിക്കാവുന്ന തരത്തിലുള്ള നല്ല കുഷനിങ് ആണെങ്കിലും മികച്ച രീതിയിലുള്ള ഒരു സീറ്റിംഗ് ആണ് വന്നേക്കുന്നത്. സോ ദാറ്റ്സ് അബൌട്ട് ദ ഇന്റീരിയർ. ബാക്ക് സീറ്റിൽ നമുക്ക് കയറുമ്പോൾ നമുക്ക് ഫസ്റ്റ് ഇംപ്രഷൻ ഞാൻ പറഞ്ഞത് ഒരു സീറ്റിന്റെ കുഷനിങ് ആണ്. കുഷനിങ് എന്ന് പറഞ്ഞാൽ വളരെ ഒരു മികച്ച ഒരു കുഷനിങ് ആണ്. നമുക്ക് ആ ഒരു കംഫർട്ട് എന്ന് പറയുന്നത് നമുക്ക് ഇവിടെ തന്നെ ഫീൽ ചെയ്യുന്ന സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു ഫീലാണ് കിട്ടുന്നത്. പിന്നെ ഇവിടെയൊക്കെ സൈഡിലൊക്കെ കുറച്ച് ഹാർഡ് പ്ലാസ്റ്റിക്സ് ആണ്. കപ്പ് ഹോൾഡേഴ്സ് ആണെങ്കിലും ഒരു അധികം ഡെപ്ത് ഇല്ല. സോ 1 ലിറ്റർ ഒക്കെ ഇരിക്കുമോ എന്നുള്ളത് എനിക്കൊരു സംശയമാണ്. പിന്നെ നമുക്ക് ഇവിടെ ആണെങ്കിലും പവർ വിൻഡോയുടെ ബട്ടൺസ് വരുന്നത് ടോപ്പ് എൻഡ്സിൽ. പിന്നെ ഞാൻ 5.6 ആണ്. അപ്പൊ എൻ്റെ ഒരു ഇതില് നീ റൂം ആണെങ്കിലും നമുക്ക് കാലും കണ്ട് കയറ്റി വെക്കാം ഫ്രണ്ട് സീറ്റിൽ താഴെ. അപ്പം നല്ല ഒരു രീതിയിൽ നമുക്ക് റിലാക്സ് ചെയ്തിരിക്കാം. അണ്ടർ തൈ സപ്പോർട്ടൊക്കെ അത്യാവശ്യം നല്ല രീതിയിലുണ്ട്.
ഹെഡ് റൂം ഒക്കെ ആണെങ്കിലും കുഴപ്പമില്ല. അഡ്ജസ്റ്റബിൾ അല്ല, അല്ലെങ്കിലും 2 ഹെഡ് റെസ്റ്റ് ഉണ്ട്. പിന്നെ 2 ഹെഡ് റെസ്റ്റ് കൊടുത്തിട്ടുള്ളൂ, പക്ഷെ 3 പേർക്ക് നമുക്ക് സുഖമായിട്ട് യാത്ര ചെയ്യാം. ചെറിയൊരു ഹമ്പാണ് നടുക്കായിട്ടുള്ളത്. പിന്നെ ടൈപ്പ് സി, ബാക്കിൽ ടൈപ്പ് സി വന്നിട്ടുണ്ട്. ഫ്രണ്ടിൽ ടൈപ്പ് എ ആണെങ്കിലും ഇവിടെ ടൈപ്പ് സി ആണ്. നമുക്ക് ഫ്രണ്ടിലെ പോലെ തന്നെ ഇവിടെ ആംറസ്റ്റ് ഒന്നും വന്നിട്ടില്ല. എന്നാലും നമുക്ക് ഈ AC വെൻസും ഒന്നും അങ്ങനെ ബാക്കിൽ വന്നിട്ടില്ല. പക്ഷെ നമുക്ക് ഈ ഒരു സീറ്റിന്റെ കംഫർട്ട് മികച്ചതാണ്. നമുക്കിനി എഞ്ചിൻ പറ്റി വിശദമായിട്ട് നോക്കാം. 2 എഞ്ചിൻ ഓപ്ഷൻസ് ആണ് മെയിൻലി വരുന്നത്. 1.2 ലിറ്ററിന്റെ നാച്ചുറലി ആസ്പിറേറ്റഡും 1.2 ലിറ്ററിന്റെ ടെർബോ പെട്രോളും. പ്യുവർ ടെക് എന്ന് പറഞ്ഞ ഒരു ബ്രാൻഡിംഗ് ആണ് എഞ്ചിന് കൊടുത്തിരിക്കുന്നത്. സിട്രോണിന് കുറച്ച് ചില ഫീച്ചേഴ്സ് മറ്റ് കാർസുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ചിലപ്പോൾ മിസ്സിംഗ് ആയിരിക്കും. പക്ഷേ ഒട്ടും മിസ്സിംഗ് ഇല്ലാത്ത ഒരു ഏരിയ എന്ന് പറയുന്നത് അതിന്റെ എഞ്ചിൻ ആൻഡ് ഡ്രൈവിംഗ് ആണ്. ആ ഒരു 1.2 ലിറ്ററിന്റെ എസ്പെഷ്യലി ആ ടർബോ പെട്രോൾ എഞ്ചിൻ എന്ന് പറഞ്ഞാൽ വളരെ മികച്ചതാണ്. 110 PS പവർ ഔട്ട്പുട്ട് വരുന്ന ആ ഒരു എഞ്ചിൻ. നാച്ചുറലി ആസ്പിറേറ്റഡ് ആണെങ്കിൽ 82 PS ഒരു ഔട്ട്പുട്ടാണ് വരുന്നത്. ഇതിന്റെ കർബ് വെയിറ്റ് വരുന്നത് 964 kg ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു പവർ ടു വെയിറ്റ് റേഷ്യോ എന്ന് പറഞ്ഞാൽ സ്പോട്ട് ഓൺ ആണ്. പിന്നെ നമുക്കിവിടെ ടർബോ വരുന്നത് ഇവിടെ ഫ്രണ്ടിലായിട്ടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു എന്താ പറയുക, ഒട്ടും ലാഗ് ഇല്ലാതെ നമുക്ക് ആ ഒരു ഡ്രൈവിംഗിൽ നമുക്ക് ആ ഒരു ടർബോ ലാഗ് ഒക്കെ പറയുന്ന ചില വണ്ടികൾ പറയുന്നത് അത് നമുക്ക് ഇതിൻ്റെ അകത്ത് ഫീൽ ചെയ്യത്തില്ല. ഒരു കാര്യം എന്ന് പറയുന്നത്, നമുക്ക് ഒരു ഹൈ സ്പീഡ്സ് ഒക്കെ പോകുമ്പോൾ നമ്മൾ ഹൈ സ്പീഡ് കോർണറിംഗ് ഒക്കെ ചെയ്യുമ്പോൾ ചെറിയൊരു ബോഡി റോൾ തോന്നും. അതല്ലാതെ നമുക്ക് വളരെ പ്ലാൻഡ് ആയിട്ടുള്ള, നമുക്ക് സ്ട്രേറ്റ് ലൈനിലൊക്കെ വളരെ പ്ലാൻഡ് ആയിട്ടുള്ള ഒരു ഡ്രൈവിങ്ങും മികച്ച രീതിയിൽ നമുക്ക് ഒരു എന്താ പറയുക, ഒരു ഓവർടേക്കും ഒക്കെ ചെയ്ത് പോകാൻ പറ്റുന്ന ഒരു ഡ്രൈവബിലിറ്റി നമുക്ക് തരുന്നുണ്ട് ഈ ഒരു എഞ്ചിൻ. സോ അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് ഈ ഒരു സെഗ്മെന്റിൽ തന്നെ ഏറ്റവും വൺ ഓഫ് ദി ബെസ്റ്റ് ഡ്രൈവിംഗ് എൻത്യൂസിയാസ്റ്റിക് ഡ്രൈവിംഗ് എന്ന് പറയുന്ന തരത്തിൽ ഒരു നമുക്ക് തരുന്ന ഒരു വണ്ടിയാണ്. B2 സെഗ്മെന്റിൽ മറ്റ് കാർസുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ച് ഫീച്ചേഴ്സ് കുറവായിരിക്കും. എസ്പെഷ്യലി റിയർ സീറ്റിൽ AC വെൻസ് അങ്ങനത്തെ ഉള്ള കാര്യങ്ങളൊക്കെ മിസ്സിംഗ് ആണെങ്കിലും നമുക്ക് മികച്ച ഒരു സസ്പെൻഷൻ ട്യൂണിങ്ങും ആ ഒരു ഡ്രൈവിംഗ് കംഫോർട്ടും തരുന്ന ഒരു വണ്ടി എന്ന നിലയ്ക്ക് ഈ ഒരു പ്രൈസ് ബ്രാക്കറ്റിലും, അതായത് ഞാൻ പറഞ്ഞല്ലോ എക്സ് ഷോറൂം 4.95 ലാഖിൽ സ്റ്റാർട്ട് ചെയ്യുന്നത്, ടോപ്പ് എൻഡ് വരുന്നത് ടർബോ പെട്രോൾ വരുന്ന ഒരു സെഗ്മെന്റ് 9.89 ലാക്സിൽ നമുക്ക് ടോപ്പ് എൻഡ് കിട്ടുന്ന തരത്തിൽ വരുമ്പോൾ നിങ്ങൾക്ക് ഈ ഒരു സെഗ്മെന്റിൽ ഒരു വണ്ടി നോക്കണമെങ്കിൽ തീർച്ചയായിട്ടും നോക്കാൻ പറ്റുന്ന ഒരു വണ്ടിയാണ് സിട്രോൺ C3X.